iPlusന്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഹെട്രോജീനിയസ് കറ്റാലിസിസിൽ ലാക്മോർ ഹിൻഷബോൾട്ട് മെക്കാനിസമാണ്. അതിൻ്റെ നമ്മൾ കേസ് 1ഉം കേസ് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയേക്കുന്നത്. നമുക്ക് എന്തായാലും കേസ് 1ഉം കേസ് 2 നോക്കാം. കേസ് 1ഉം കേസ് 2ലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് K2നെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞു അല്ലേ. കാരണം റേറ്റ് ഓഫ് റിയാക്ഷൻ അല്ല നമുക്ക് കൂടുതൽ, റേറ്റ് ഓഫ് അഡ്സോപ്ഷനും ഡിസോപ്ഷനുമാണ്. ഇനി റേറ്റ് ഓഫ് റിയാക്ഷനാണ് കൂടുതലെങ്കിൽ നമുക്കത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് എല്ലാം നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ കേസ് 1ഉം കേസ് 2 ആണ് കൺസിഡർ ചെയ്തേക്കുന്നത്. കേസ് 1ൽ ഞാൻ പറയുന്നത് കോൺസെൻട്രേഷൻ കൂടുതലാണെന്ന് വിചാരിക്കുക. കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് ഹയർ. ഈ കോൺസെൻട്രേഷൻ ഓഫ് എക്ക് വരാൻ പ്രഷർ ഹൈ എന്നും പറയാം കേട്ടോ. കാരണം ഗ്യാസ് മോളിക്യൂൾസ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, പ്രഷർ എന്നാണ് പറയുന്നത്. അതും ആലോചിച്ചോണം. ഇനി കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് ലോവർ അല്ലെങ്കിൽ പ്രഷർ ഈസ് ലോ, പ്രഷർ കുറവ്. കോൺസെൻട്രേഷൻ പ്രഷർ. കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് ഹയർ ആണെങ്കിൽ നമുക്ക് പറയാം K-1 ഈസ് വെരി 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 ലെസ് ദാൻ K1 ഇൻറ്റു എ. അതാണ് പ്രഷർ ഹൈ ആയതുകൊണ്ട് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഹൈ ആയതുകൊണ്ട് എയുടെ വാല്യൂ ആയിരിക്കും കൂടുതൽ. അപ്പോൾ K-1 ഒഴിവാക്കാം. പ്രഷർ ലോ ആയതുകൊണ്ട് K-1 ആയിരിക്കും ആരെക്കാട്ടിയും കൂടുതൽ, K1 ഇൻറ്റു എയെക്കാട്ടിയും കൂടുതൽ. അപ്പോൾ എനിക്ക് K1 ഇൻറ്റു എ എന്ത് ചെയ്യാം, ഒഴിവാക്കാം. K-1 മാത്രം മതി. സോ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കറസ്പോണ്ടിങ് R is equal to കളർ കൊള്ളത്തില്ല, K2 ഇൻറ്റു K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ K1 ഇൻറ്റു എ മാത്രമേ ഉള്ളൂ. K-1 ഒഴിവാക്കാം. K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എയും കട്ടായി പോയി. സോ R is equal to K2 എന്നും പറഞ്ഞു വരും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സീറോ ഓർഡർ റിയാക്ഷൻ. സോ ഹൈ പ്രഷറിൽ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഹൈ ആകുമ്പോൾ റിയാക്ഷൻ സീറോ ഓർഡർ ആവും. കാരണം റേറ്റ് ആരെയും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അതേസമയം ലോ പ്രഷർ ആണെങ്കിൽ R is equal to K2 ഇൻറ്റു K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ K-1 ആണ് ഹൈ. സോ ദാറ്റ് മീൻസ് R is equal to K ഇൻറ്റു എ. ഈ K എന്ന് പറയുന്നത് K2 K1 ബൈ K-1 ആണ്. ഇത് മൂന്നും കൂടെ ചെയ്യുമ്പോഴാണ് പുതിയ കോൺസ്റ്റൻറ്റ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഓർഡർ. സോ ഹൈ പ്രഷറിൽ സീറോ ഓർഡറും ലോ പ്രഷറിൽ ഫസ്റ്റ് ഓർഡറും ആയിരിക്കും. ഇതാണ് ലാക്മോർ ഹിൻഷബോൾട്ട് മെക്കാനിസം. സോ നമുക്ക് ഇതിന് വേണമെങ്കിൽ പ്രഷർ ടേംസിലോട്ട് എഴുതാൻ കേട്ടോ. അതെങ്ങനെയാണ് R is equal to K2 ഇൻറ്റു K1 ഇൻറ്റു പ്രഷർ ഓഫ് എ ഡിവൈഡഡ് ബൈ K-1 പ്ലസ് K1 ഇൻറ്റു പ്രഷർ ഓഫ് എ. കേട്ടോ, പ്രഷർ വെച്ചിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും. പ്രഷർ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ കൂടുതലും ചോദിച്ചേക്കുന്നത്. സോ ഇതാണ് ലാക്മോർ ഹിൻഷബോൾട്ട് മെക്കാനിസം. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഉറപ്പായിട്ടും ചോദിക്കും. ടേംസും ഹൈ പ്രഷറിലെന്ത് ലോ പ്രഷറിലെന്ത് ആ കാര്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ഇതാണ് നമുക്ക് ലാക്മോർ ഹിൻഷബോൾട്ട് മെക്കാനിസം. ഇനി നമുക്ക് നമ്മുടെ പഴയ ആൾക്കാരിലോട്ട് തിരിച്ചു പോവാം. ഓക്കെ, പോകുന്നു നമ്മൾ. സോ നമുക്ക് ടൈപ്പ് ഓഫ് കറ്റാലിസിസും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് പറയാം. ഇത് അഡ്സോപ്ഷൻ ടൈപ്പുകളാണ്. നമ്മൾ അഡ്സോപ്ഷൻ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. കാരണം ഹെട്രോജീനിയസ് കറ്റാലിസിസിലാണ് നമുക്ക് അഡ്സോപ്ഷൻ വരുന്നത്. അവിടെ നമുക്ക് ഫിസിക്സ് ഓപ്ഷനും കെമിക്സ് ഓപ്ഷനും രണ്ട് ടൈപ്പ് അഡ്സോപ്ഷൻസ് ആണ് നടക്കുന്നത്. ഫിസിക്സ് ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഫിസിക്കൽ ബോണ്ട് വഴിയുള്ള അഡ്സോപ്ഷനാണ്. അതായത് സർഫസും മറ്റേ ആളും തമ്മിൽ ഫിസിക്കൽ ബോണ്ടുകൾ, വാൻ ഡെർ വാൾസ്, അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകും. മറ്റേത് കെമിക്കൽ ബോണ്ടുകളാണ്, സ്ട്രോങ് കെമിക്കൽ ബോണ്ടുകളാണ്. കോവാലൻ്റ് ബോണ്ടോ അയോണിക് ബോണ്ടോ, അതുകൊണ്ട് കുറച്ച് സ്ട്രോങ് ആയിരിക്കും ഇതിനെക്കാട്ടി. നോക്കാം. ഫോഴ്സ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വാൻ ഡെർ വാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ വീക്ക് ബോണ്ടാണ്, പെട്ടെന്ന് പൊട്ടും. ഇവിടെ കെമിക്കൽ ബോണ്ടുകളാണ്. വീക്ക് ബോണ്ടുകളായതുകൊണ്ട് തന്നെ അവിടുത്തെ ഡെൽറ്റ എച്ച് എൻതാൽപ്പി ചേഞ്ച് വീക്ക് ആയതുകൊണ്ട് തന്നെ എനർജി ചേഞ്ച് കുറവായിരിക്കും. 5 മുതൽ 40 കിലോ ജൂൾ. മറ്റേത് കെമിക്സ് ഓപ്ഷനിൽ സ്ട്രോങ് ബോണ്ടുകളായതുകൊണ്ട് അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടുകളായതുകൊണ്ട് 40 മുതൽ 400 കിലോ ജൂൾ വരെ. ഓക്കെ, പിന്നെ ലെയറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്സ് ഓപ്ഷനിൽ മൾട്ടി ലെയറുകളാണ് ഫോം ചെയ്യുന്നത്. കാരണം ഫിസിക്കൽ അഡ്സോപ്ഷൻ ആയതുകൊണ്ട് ലെയറുകൾ ഇങ്ങനെ ഒരാൾ അഡ്സോർബ് ചെയ്ത് അതിൻ്റെ മുകളിൽ അടുത്താൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, മൾട്ടി ലെയർ. എന്നാൽ ഇവിടെ നമുക്ക് ഫോം ചെയ്യുന്ന മോണോ ലെയറാണ്. കെമിക്കൽ ബോണ്ട് ഫോം ചെയ്ത് 2 പേർക്കിടയിലാണ്. ഓക്കെ, ഇപ്പം ഹൈഡ്രജൻ്റെ ഇടയ്ക്ക് ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഹൈഡ്രജനൊന്നും പിന്നെയും ബോണ്ട് ഫോം ചെയ്യാൻ പറ്റത്തില്ല. ഒരു ലെയറിൽ നിൽക്കും. ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചറാണ് ഫേവർ ചെയ്യുന്നത്. കാരണം വാൻ ഡെർ വാൾ ഫോഴ്സുകൾ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോവും.
എന്നാൽ കെമീസ് ഓപ്ഷൻ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കെമിക്കൽ ബോണ്ടുകളായതുകൊണ്ട് റിയാക്ഷൻ്റെ വേഗത കൂടും. നമ്മളത് പഠിച്ചിട്ടുണ്ട്. സോ ലോ ടെമ്പറേച്ചർ ഫേവേർഡ്, ഹൈ ടെമ്പറേച്ചറിൽ നടക്കാം. ഇവിടെ ഹൈ ടെമ്പറേച്ചർ പറ്റത്തില്ല. ആക്ടിവേഷൻ എനർജി ആവശ്യമില്ല. കാരണം ഇവിടെ നോർമൽ ബോണ്ടുകൾ അട്രാക്ഷൻസ് മാത്രം. പക്ഷേ അവിടെ ആക്ടിവേഷൻ എനർജി വേണം. കാരണം അവിടെ കെമിക്കൽ റിയാക്ഷൻ ആക്ടിവേഷൻ എനർജി വേണം. റിവേഴ്സിബിളാണ്. കാരണം പൊട്ടിപ്പോകാൻ തിരിച്ചു വരാം അങ്ങനെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇറിവേഴ്സിബിളാണ്. കാരണം തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി പലപ്പോഴും കുറവാണ്. കാരണം പ്രൊഡക്റ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. സ്പെസിഫിസിറ്റി നോൺ സ്പെസിഫിക് ആണ്, ഹൈലി സ്പെസിഫിക് ആണ്. കാരണം അട്രാക്ഷൻ ആകുമ്പോൾ ആരുടെ തോന്നെങ്കിലും തോന്നണ്ട. പക്ഷേ കെമീസ് ഓപ്ഷൻ കെമിക്കൽ ബോണ്ടുകൾ എല്ലായിടത്തും തോന്നത്തില്ല. ഇപ്പം കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ രണ്ടുപേരും എന്തായിരിക്കണം? ഗ്യാസ് ആയിരിക്കണം, അല്ലെങ്കിൽ നോൺ മെറ്റൽ ആയിരിക്കണം. അയോണിക് ബോണ്ട് ആണെങ്കിൽ ഒന്ന് മെറ്റലും ഒന്ന് നോൺ മെറ്റലും ആയിരിക്കണം. അങ്ങനെ കണ്ടീഷൻസ് വരും. അതുകൊണ്ടാണ് സ്പെസിഫിക് എന്ന് പറഞ്ഞേക്കുന്നത്. എക്സാമ്പിൾ N2 ചാർക്കോൾ, ഹൈഡ്രജൻ പ്ലാറ്റിനം. ഓക്കെ, ഒന്ന് നോക്കി വെച്ചേക്കാം. കാരണം നമ്മൾ ഡീറ്റെയിലായിട്ട് നമ്മൾ സർഫസിൽ പഠിക്കുന്നുണ്ടോ, അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് പറയാത്തത്. നമുക്ക് കുറച്ച് PYQs നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഹോമോജീനിയസ് കറ്റാലിസിസ് ദ കാറ്റലിസ്റ്റ് ആൻഡ് റിയാക്റ്റൻസ് ആർ ഇൻ. കാറ്റലിസ്റ്റും റിയാക്റ്റൻ്റ് എന്തിലായിരിക്കണം? ഹോമോജീനിയസിൽ സെയിം ഫേസിലായിരിക്കണം. ഡിഫറൻറ്റ് ഫേസ് അല്ല, സെയിം ഫേസ് ആയിരിക്കണം. സോളിഡ് ഫേസ് എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ കൂടുതലും ലിക്വിഡ്സിൻ്റെ കേസിലാണ് അത് പറയുന്നത്. ഗ്യാസ് ഫേസ് ഇല്ല. ഏതാ? സെയിം ഫേസ് ആയിരിക്കണം. മോസ്റ്റ് കോമൺലി ലിക്വിഡ്സ്. രണ്ടാമത്, ദ ആസിഡ് കറ്റലൈസ്ഡ് എസ്റ്ററിഫിക്കേഷൻ ഓഫ് അസറ്റിക് ആസിഡ് ആൻഡ് എത്തനോൾ. ഇത് അസറ്റിക് ആസിഡ് ലിക്വിഡാണ്, എത്തനോൾ ലിക്വിഡാണ്, ആസിഡും ലിക്വിഡാണ്. സോ ഇത് ഹോമോജീനിയസ് കറ്റാലിസിസ് ആണ്. ഇറ്റ് ഈസ് ഹോമോജീനിയസ് കറ്റാലിസിസ്. അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. 0 ഓർഡർ, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ ആണ്. ഓക്കെ, അപ്പം എസ്റ്ററിഫിക്കേഷനാണ്. എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്യൂഡോ ഫസ്റ്റ് ഓർഡറാണ്. എസ്റ്ററിഫിക്കേഷൻ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. ഹോമോജീനിയസ് ആണ് കേട്ടോ. എസ്റ്ററിഫിക്കേഷന് എസ്റ്റർ ഹൈഡ്രോളിസിസ് ആണ് എസ്റ്ററിഫിക്കേഷൻ. എസ്റ്ററിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സ്. പിന്നെ നമ്മളുടെ ഷുഗറിൻ്റെ ബ്രേക്ക് ഡൗൺ, ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ, ബ്രേക്ക് ഡൗണിലെ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ, ഇതെല്ലാം സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ആണ്. വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് RHCl PPH that used for hydrogenation of alkanes, ഹോമോജീനിയസ് ആണ്. നമ്മളത് ക്ലാസ്സിൽ പറഞ്ഞതാണ്. എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഇൻ എൻസൈം കറ്റാലിസിസ് ദ മൈക്കൽ മെൻഡൻസ് കോൺസ്റ്റന്റ് Km റെപ്രസെൻറ്റ്സ്. നോക്കാം. മാക്സിമം റിയാക്ഷൻ വെലോസിറ്റി Vmax ആണോ? Km അല്ല, Vmax അല്ല. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഹാഫ് ഓഫ് Vmax. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഹാഫ് ഓഫ് Vmax അങ്ങനെ നമ്മൾ പഠിക്കുന്നത്. Vmax is equal to K2 into concentration of A0 divided by K. ശരിയല്ലേ? ശരിയല്ലേ? K2 into concentration of E0 plus K. മാക്സിമം സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിൽ K2 into concentration of, അല്ല നമ്മുടെ ഇക്വേഷൻ എന്തുകൂടാ? റേറ്റ് R is equal to അല്ലേ K2 into concentration of E0 into concentration of S0 divided by Km plus S. മാക്സിമം സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ R എന്ത് വരും? K2 വരും നമുക്ക്. സോ എസും കട്ടായി പോകും. സോ R is equal to K2 into concentration of E0. That means R is equal to Vmax. കറക്റ്റ് അല്ലേ? ഓക്കെ, എന്താ ചോദിക്കുന്നത്? സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആയിട്ട് Vmax, മാക്സിമം കോൺസെൻട്രേഷനുള്ള സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. നമുക്കറിയാം എസും Kmഉം ഈക്വൽ ആണെങ്കിൽ അല്ലേ, എസും Kmഉം ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം R is equal to Vmax ഡിവൈഡഡ് ബൈ 2. ശരിയല്ലേ? മാക്സിമം റേറ്റിൻ്റെ പകുതി. സോ മൈക്കൽ മെൻഡൻസ് കോൺസ്റ്റൻറ്റിൽ എന്താണ് Km റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനായിട്ട് ഹാഫ് ഓഫ് Vmax. ശരിയല്ലേ? Vmaxൻ്റെ പകുതി വരുന്ന സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനാണ് നമ്മൾ Km എന്ന് വിളിക്കുന്നത്. ശരിയാണ്. എൻസൈം കോൺസെൻട്രേഷൻ ആണോ? അല്ല. കറക്റ്റ് അല്ലേ? നെക്സ്റ്റ്, ഓട്ടോ കറ്റാലിസിസ് ഒക്കേഴ്സ് വെൻ. ഓട്ടോ കറ്റാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ കാറ്റലിസ്റ്റ് ആക്ട് ചെയ്യും. സോ എക്സ്റ്റേണൽ അല്ല, പ്രൊഡക്റ്റ് ഓഫ് റിയാക്ഷൻ ആക്ട് ആസ് കാറ്റലിസ്റ്റ്. നമ്മൾ റിയാക്ഷൻ നടത്തുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെ കാറ്റലിസ്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. അതാണ് ഓട്ടോ കറ്റാലിസിസ്. ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്.
ഇതുണ്ടോ MnO4 മൈനസ് ഓക്സലേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് Mn2+ കിട്ടും. ആ Mn2+ റിയാക്ഷനെ ഉണ്ടാകുന്ന Mn2+ റിയാക്ഷനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? കാറ്റലൈസ് ചെയ്യും. ഓക്കെ, ഇനിഷ്യലി സ്ലോ ആയത് ആക്സലറേറ്റ് ചെയ്യുന്നു. സ്ലോ ആസ് റിയാക്ടൻ്റ് ഡിപ്ലീറ്റ്സ്. അപ്പം റിയാക്ഷൻ നടക്കുന്നതിനനുസരിച്ച് റിയാക്ഷൻ ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. കാരണം Mn2+ ഫോം ചെയ്യുന്നതാണ്. ഇതാണ് ഓട്ടോ കറ്റാലിസിസ്. The steps in heterogeneous catalysis reaction are in the order. ഹെട്രോജീനിയസിൽ ആദ്യം അഡ്സോർപ്ഷൻ, കെമിക്കൽ റിയാക്ഷൻ, അതിനുശേഷം ഡീസോർപ്ഷൻ. ശരിയല്ലേ? അബ്സോർപ്ഷൻ, സർഫസ് റിയാക്ഷൻ, ഡീസോർപ്ഷൻ. ഡീസോർപ്ഷൻ നടക്കുന്നു, പോകുന്നു, പിന്നെ റിയാക്ഷൻ നടക്കുന്നു, പിന്നെ അഡ്സോർബ് ചെയ്യുന്നു. അല്ല, റിയാക്ഷൻ നടന്നിട്ടല്ല അഡ്സോർബ് ചെയ്യുന്നു. അല്ല, ആദ്യം അഡ്സോർബ് ചെയ്യുന്നു, പിന്നെ റിയാക്ഷൻ നടക്കുന്നു, പിന്നെ പറഞ്ഞു വിടുന്നു. ആണ് ആൻസർ. കാറ്റലിസ്റ്റ് പോയിസണിങ് ഒക്കേഴ്സ് when ടെമ്പറേച്ചർ ഈസ് ടു ഹൈ വരുമ്പോഴത്തേക്ക് കാറ്റലിസ്റ്റ് പോയിസണിങ് അല്ല, കാറ്റലിസ്റ്റ് സ്വന്തമായിട്ട് തന്നെ അതിൻ്റെ ആക്ടിവിറ്റി ഇല്ലാണ്ടാക്കുകയാണ്. ഇമ്പ്യൂരിറ്റീസ് ബ്ലോക്ക് ആക്റ്റീവ് സൈറ്റ്. ശരിയല്ലേ? ഇമ്പ്യൂരിറ്റീസ് അതിൻ്റെ ഇടയ്ക്ക് കയറി ഇരിക്കുന്ന സമയത്ത് കാറ്റലിസ്റ്റിൻ്റെ സർഫസ് സൈറ്റുകൾ അടയും. അതിന് റിയാക്ഷൻ അഡ്സോർബ് ചെയ്യാനോ റിയാക്ഷൻ നടത്താനോ പറ്റത്തില്ല. കാറ്റലിസ്റ്റ് ഡിസോൾവ്, റിയാക്ഷൻ ടു ഫാസ്റ്റ് അല്ല. ആക്റ്റീവ് സൈറ്റിൽ ഇമ്പ്യൂരിറ്റീസ് ഇരിക്കുന്നതാണ് കാരണം. നെക്സ്റ്റ് എക്സാമ്പിൾ, സൾഫർ കോമ്പൗണ്ട്സ് പോയിസണിങ് PT കാറ്റലിസ്റ്റ്. പ്ലാറ്റിനം കാറ്റലിസ്റ്റിനെ സൾഫറിൻ്റെ കോമ്പൗണ്ടുകൾ പ്ലാറ്റിനത്തിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കും. CO പോയിസൺസ് Fe ഇൻ ഹേബർ പ്രോസസ്. വേർഡ് നമ്മൾ പറഞ്ഞതാണ്. പോയിസൺസിന് എക്സാമ്പിളാണ്. ലെഡ് പോയിസൺ ഓട്ടോമാറ്റിക് കാറ്റലിസ്റ്റിൽ ലെഡ് പോയിസൺ ചെയ്യുന്നു. നെക്സ്റ്റ്, കാറ്റലിറ്റിക് പ്രൊമോട്ടേഴ്സ് ആർ ദി സബ്സ്റ്റൻസ്. കാറ്റലിസ്റ്റിൻ്റെ വേഗത പിന്നെയും കൂട്ടുന്ന ആൾക്കാർ. എൻഹാൻസസ് കാറ്റലിറ്റിക് ആക്ടിവിറ്റി. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. K2O പ്രൊമോട്ടേഴ്സ് ഇൻ ഹേബർ പ്രോസസ്, NH3 പ്രോസസ്സിൽ. Al2O3 പ്രൊമോട്ടേഴ്സ് ഇൻ Fe, ഫിഷർ ടൊബാഷ് പ്രോസസ്സിൽ. ആൽക്കലി മെറ്റൽ പ്രൊമോട്ടേഴ്സ്, ട്രാൻസിഷൻ മെറ്റൽ കാറ്റലിസ്റ്റ്. The Larmor-Hinshaw mechanism assumes reaction between two gas molecules, reaction between two adsorbed species on surface. ശരിയല്ലേ? അഡ്സോർബ്ഡ് സ്പീഷ്യസ് സർഫസിൽ റിയാക്ട് ചെയ്യുന്നു. അതാണ് ലാക്മോർ-ഹിൻഷൗ മെക്കാനിസത്തിൻ്റെ അസംഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ എ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ, CSIR ജൂണിൽ 2011 ചോദിച്ചതാണ്. ഫോർ എ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ എ ലിനിയർ ബർക്ക് പ്ലോട്ട് ഗീവ്സ് എ ഫോളോയിങ് ഡേറ്റ. സ്ലോപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. ഓരോ ഡേറ്റാസായിട്ട് എഴുതാം. സ്ലോപ്പിൻ്റെ വാല്യൂ 40 സെക്കൻഡ്. ഓക്കെ, ഇൻ്റർസെപ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. Y ഇൻ്റർസെപ്റ്റ് അതിൻ്റെ വാല്യൂ 4. ഇഫ് ദി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എൻസൈമിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ E0, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എൻസൈം കറക്റ്റ് അല്ലേ? അത് 2.5 × 10⁻⁹ ആണെങ്കിൽ വാട്ട് ഈസ് ദി കാറ്റലിറ്റിക് എഫിഷ്യൻസി? കാറ്റലിറ്റിക് എഫിഷ്യൻസി അതാണ് കണ്ടുപിടിക്കേണ്ടത്. കാറ്റലിറ്റിക് എഫിഷ്യൻസി ആണ് കണ്ടുപിടിക്കുന്നത്. K2/Km അല്ലേ? ടേൺ ഓവർ നമ്പറും കാറ്റലിറ്റിക് ടേൺ ഓവർ നമ്പർ എങ്ങനെ? K2 കണ്ടുപിടിച്ചാൽ മതി അല്ലേ? K2 Vmax/E0 അല്ലേ? K2 ആണ് കണ്ടുപിടിക്കുന്നത് Vmax/E0 ആണെങ്കിൽ K2 കിട്ടും. K2നെ Km കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റലിറ്റിക് എഫിഷ്യൻസി കിട്ടും. നമ്മൾ ചോദിച്ചിരിക്കുന്ന കാറ്റലിറ്റിക് എഫിഷ്യൻസിയാണ്. അപ്പോൾ K2/Km ആണ് നമ്മൾ എടുക്കേണ്ടത്. K2/Km എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാറ്റലിറ്റിക് എഫിഷ്യൻസി കിട്ടും. സോ ഞാൻ നോക്കുകയാണ് K2/Km. അതിനാദ്യം എനിക്ക് K2 കിട്ടണം. K2നെ പറ്റി ക്വസ്റ്റ്യൻ ലിനിയർ ബർക്ക് പ്ലോട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഞാൻ ഇക്വേഷൻ എഴുതാം. ഒന്ന് ഇക്വേഷൻ എഴുതി ചെയ്യാണ്, അതാണ് കുറച്ചും കൂടെ നല്ലത്. R = ശരിയല്ലേ? K2 × കോൺസെൻട്രേഷൻ ഓഫ് E0 × കോൺസെൻട്രേഷൻ ഓഫ് S / Km + S. ഇതിനെ Vmax എന്ന് വിളിക്കാം. സോ R = Vmax × കോൺസെൻട്രേഷൻ ഓഫ് S + Km + S. തിരിച്ചിടും. 1/R = Km / Vmax × S plus 1/Vmax. കറക്റ്റ് അല്ലേ?
നോക്കിക്ക് സ്ലോപ്പ് എന്താ കിട്ടുന്നത് Km/Vmax. അപ്പം സ്ലോപ്പിൻ്റെ വാല്യൂ Km/Vmaxൻ്റെ വാല്യൂ ആണ് 40. ഓക്കെ. Y ഇൻ്റർസെപ്റ്റ് 1/Vmaxൻ്റെ വാല്യൂ ആണ് 4. ഓക്കെ, ഇനി ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, സോ ഞാൻ കണ്ടുപിടിക്കുന്നു 1/Vmax 4 Vmaxൻ്റെ വാല്യൂ 1/4. ശരിയാണ്. 1/Vmaxൻ്റെ വാല്യൂ 4 Vmaxൻ്റെ വാല്യൂ 1/4 അവിടെ കിടക്കട്ടെ. Km/Vmaxൻ്റെ വാല്യൂ Km/Vmaxൻ്റെ വാല്യൂ 40. അങ്ങനെയാണെങ്കിൽ Kmൻ്റെ വാല്യൂ 40 × Vmax അല്ലേ? സോ 40 × Vmax എത്ര? 1/4. കട്ട് ചെയ്യുമ്പോൾ ആൻസർ 10. സോ Kmൻ്റെ വാല്യൂ 10. Kmൻ്റെ വാല്യൂ 10. Vmaxൻ്റെ വാല്യൂ 1/4. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ ആണോ? ഓക്കെ, പക്ഷെ K2 ഇല്ല എനിക്ക്. കാറ്റലറ്റിക് എഫിഷ്യൻസി K2 കണ്ടുപിടിക്കും. K2 Vmax/E0. Vmax എത്ര? 1/4 ഡിവൈഡഡ് ബൈ E0. E0 എത്ര? 2.5 × 10⁻⁻⁹. ദാറ്റ് മീൻസ് 1 ഡിവൈഡഡ് ബൈ 4 × 2.5 × 10⁻⁻⁹. 10⁻⁻⁹ കൂടി പോകുമ്പോൾ 10⁻+9 വരും. 10⁻9 ഡിവൈഡഡ് ബൈ 4 × 2.5. 2.5 × 4 10. അതായത് 10⁸ വരും. ഏതാ? K2. സോ K2ൻ്റെ വാല്യൂ 10⁸. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. K2 ഡിവൈഡ് ബൈ Km ആണ് കാറ്റലറ്റിക് എഫിഷ്യൻസി. K2 ഡിവൈഡ് ബൈ Km. K2ൻ്റെ വാല്യൂ എത്ര? 10⁸ ഡിവൈഡഡ് ബൈ Kmൻ്റെ വാല്യൂ എത്ര? 10. കട്ട് ചെയ്ത് പോകുമ്പോൾ 10⁷. ആൻസർ ഓപ്ഷൻ സി ആണ്, 10⁷. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പ്രശ്നം എന്നൊക്കെ വാല്യൂസൊക്കെ പലയിടത്തായിട്ട് തന്നേക്കുന്നത്. നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഇത് കാറ്റലറ്റിക് എഫിഷ്യൻസി, ഇത് ടേൺ ഓവർ നമ്പറുമാണ്. അത് ആലോചിച്ചോണം കേട്ടോ. ഇത് നമ്മളുടെ റേറ്റ് കോൺസ്റ്റൻ്റ് അല്ലേ? കോൺസ്റ്റൻ്റ് നമ്പർ. സോ ടേൺ ഓവർ നമ്പറും കാറ്റലറ്റിക് എഫിഷ്യൻസി. ആൻസർ ഓപ്ഷൻ സി ആണ്. നല്ലൊരു ക്വസ്റ്റ്യനാണ്, മനസ്സിലാക്കിയിട്ട് ചെയ്തോളൂ. നെക്സ്റ്റ്, ഇതും നല്ലൊരു ക്വസ്റ്റ്യനാണ്. The Michael-Menden's mechanism for enzyme catalysis, the expression is obtained. ഒരു എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്, കിട്ടിയിരിക്കുന്ന ചോദിച്ചിരിക്കുന്നത് ദ വാല്യൂ ഓഫ് K2 ആൻഡ് K റെസ്പെക്റ്റീവ്ലി ആർ. K2ൻ്റെയും Kയുടെയും വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഈ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. ആൻസറായി. നമുക്കൊന്ന് നോക്കാം. ഇക്വേഷൻ ഇങ്ങനെയാണ്: V × കോൺസെൻട്രേഷൻ ഓഫ് E0 × കോൺസെൻട്രേഷൻ ഓഫ് S. ഞാനത് ഇക്വേഷൻ എഴുതാം. നമുക്കറിയാവുന്ന ഇങ്ങനെയാണ്: 1/R = Vmax എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം K2 × E0 എടുക്കാം. K2 × കോൺസെൻട്രേഷൻ ഓഫ് E0 × കോൺസെൻട്രേഷൻ ഓഫ് S ഡിവൈഡ് ബൈ Km + S. ഇല്ല തന്നേക്കുന്നത്. ഈ ആറിന് പകരം V എന്ന് എടുത്തേക്കുന്നു കേട്ടോ. ആറിന് പകരം V എന്ന് എടുത്തേക്കുന്നു. ഞാൻ ഇക്വേഷൻ എഴുതുന്നു: V = K2 × കോൺസെൻട്രേഷൻ ഓഫ് E0 × കോൺസെൻട്രേഷൻ ഓഫ് S ബൈ Km + S. ശരിയല്ലേ? V എന്നാണ് എടുത്തേക്കുന്നത്. V റേറ്റിന് 6 വരെ V എടുത്തേക്കുക. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, V × Km + S = K2 × E0 × S. ശരിയല്ലേ? സോ ഞാൻ എഴുതുന്നു Km × V + V × S = K2 × E0 × S. ഞാനൊരു കാര്യം ചെയ്യുന്നു, ത്രൂ ഔട്ട് E0 S കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കാരണം താഴെ ഇവിടെ ഒരു E0 S വന്നിട്ടുണ്ട്, ഇവിടെ ഒരു E0, അപ്പോൾ താഴെ ഒരു E0 വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ത്രൂ ഔട്ട് E0 S കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ E0 S. ഫസ്റ്റ് ടേം എന്ത് കിട്ടും? Km V ഡിവൈഡഡ് ബൈ E0 S പ്ലസ് V × S ഡിവൈഡഡ് ബൈ E0 S ഈക്വൽ ടു K
ടു ഇൻറ്റു E0 എസ് ഡിവൈഡഡ് ബൈ E0 എസ്. എസും ക്യാൻസൽ ആയിപ്പോയി, ഇവിടുത്തെ എസും ഇവിടുത്തെ എസും ക്യാൻസൽ ആയിപ്പോയി. ബാക്കിയുള്ള ടേംസ് ഒക്കെ എന്ന് പറഞ്ഞ് KM ഇൻറ്റു എഴുതാമേ, KM ഇൻറ്റു കോൺസെൻട്രേഷനോ അല്ല വി റേറ്റ് ഡിവൈഡഡ് ബൈ E0 ഇൻറ്റു എസ് പ്ലസ് വി ഡിവൈഡഡ് ബൈ E0 ഈക്വൽ ടു K2 ഇൻറ്റു K2. ഇതിപ്പം നമ്മൾ ഒരു ഉദ്ദേശിക്കുന്ന ഒരു രീതിയിൽ വന്നിട്ടുണ്ടോ നോക്കിക്കേ. ഓക്കെ, ഇവിടെ ഇത് ഇങ്ങോട്ട് കമ്പയർ, ഇതെനിക്ക് അങ്ങ് അപ്പുറം കൊണ്ടുപോകാമല്ലോ. അപ്പോൾ ഞാൻ അതൊന്ന് എഴുതാമേ, എന്നിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യാം. KM ഇൻറ്റു വി ആണ് റേറ്റ്, E0 ഇൻറ്റു എസ് ഈക്വൽ ടു K2 മൈനസ് വി ഡിവൈഡഡ് ബൈ E0. ഇനി ഇതിനകത്ത് എന്തൊക്കെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്? E0 താഴെ വന്നിട്ടുണ്ട്, E0 ES ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ടേം വന്നിട്ടുണ്ട്. ഇനി എന്താ, മുകളിൽ വി മാത്രം മതി, ഇവിടെയും വി മാത്രം മതി. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് എനിക്ക് ആ ഫസ്റ്റ് ടേമിൽ KM വേണ്ട, അപ്പോൾ ഞാൻ ത്രൂ ഔട്ട് KM കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ KM കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഡിവൈഡഡ് ബൈ E0 ഇൻറ്റു എസ് അല്ലേ, KM കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വൽ ടു K2 ഡിവൈഡഡ് ബൈ KM അല്ലേ, KM കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൈനസ് വി ഡിവൈഡഡ് ബൈ KM E0. ശരിയാണോ? ഇതാണോ നമ്മുടെ ഇക്വേഷൻ? നോക്കാം, ഇത് തന്നെയാണോ നമുക്ക് കിട്ടിയേക്കുന്നതെന്ന് നോക്കാം. വി ഡിവൈഡഡ് ബൈ E0 എസ് ഓക്കെ ഇസ് ഈക്വൽ ടു K2 ബൈ KM എന്തോന്ന് വന്നിട്ടുണ്ട്, വി ഡിവൈഡഡ് ബൈ KM E0. കറക്റ്റ് അല്ലേ? എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്താൽ ആൻസർ ആയടാ. എന്നിട്ട് ജസ്റ്റ് റീഅറേഞ്ച്മെൻ്റ് കേസ് മാത്രമേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന ഫോമിലോട്ട് അയാളെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ടേംസ് ആയിട്ടൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക ഞാൻ എങ്ങനെ കൊണ്ടുവന്നേന്ന് കേട്ടോ. നമുക്കിനി നോക്കാം. K2 ബൈ KMൻ്റെ വാല്യൂ എൻ്റെ കയ്യിലുണ്ട്. K2 ഡിവൈഡഡ് ബൈ KM രണ്ടാമത്തെ ടേം, അതിൻ്റെ വാല്യൂ ആണ് 1.4 ഇൻറ്റു 10⁻12, 1.4 ഇൻറ്റു 10⁻12. ഇനിയുള്ളത് എനിക്കെന്തോ വേണ്ടത് K2ഉം KMഉം. ഓക്കെ, K2ഉം KMഉം ആണ് വേണ്ടത്. ഇനി ഈ വേറെ ഇവിടെ നമുക്ക് ടേംസ് ഒന്നുമില്ല, അത് കിട്ടി. ഇവിടെ നോക്കിയാൽ വി ബൈ E0 മാറ്റിയാൽ 1/KMൻ്റെ വാല്യൂ ആണ് 10⁻4 അല്ലേ. 1/KMൻ്റെ വാല്യൂ ആണ് 10⁻4. അങ്ങനെയാണെങ്കിൽ KMൻ്റെ വാല്യൂ 10⁻⁻4. സോ KMൻ്റെ വാല്യൂ കിട്ടി 10⁻⁻4, 10⁻⁻4, 10⁻⁻4. അപ്പം ഈ ഓപ്ഷനും ഞാൻ കട്ട് ചെയ്യുക. കാരണം രണ്ടിലും KMൻ്റെ വാല്യൂ 10⁻4, 10⁻⁻4. അപ്പോൾ നോക്കിക്കേ, K2 ഈക്വൽ ടു 1.4 ഇൻറ്റു 10⁻12 ഇൻറ്റു KM. ശരിയല്ലേ? KMനെ അങ്ങോട്ട് കൊടുത്തു. സോ 1.4 ഇൻറ്റു 10⁻12 ഇൻറ്റു KMൻ്റെ വാല്യൂ എത്ര? 10⁻⁻4. ദാറ്റ് മീൻസ് 1.4 ഇൻറ്റു 10⁻8. 1.4 ഇൻറ്റു 10⁻8. 10⁻12 എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. തെറ്റ്. ആൻസർ സി ആണ്. സോ ഞാൻ ചെയ്തത്, നമുക്ക് തന്നേക്കുന്ന ഇക്വേഷനെ നമ്മുടെ ഫോമിലോട്ട് കൊണ്ടുവന്നു. ഫോമിലോട്ട് കൊണ്ടുവരാനായിട്ട് ആദ്യം ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ E0 എസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു, പിന്നെ എന്നിട്ട് KM കൊണ്ട് ഡിവൈഡ് ചെയ്തു ത്രൂ ഔട്ട്. എന്നിട്ട് നമ്മുടെ ഫോമിലോട്ട് മാറ്റിയിട്ടാണ് ആ ഫോമുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പം ഇങ്ങനെ ചെയ്യാം എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിൽ ആലോചിച്ച് വെച്ചിട്ട് നമ്മുടെ ഫോമിലോട്ട് കൊണ്ടുവന്നിട്ട് ചെയ്യും. റീഅറേഞ്ച് ചെയ്ത് കൊണ്ടുവരിക, എന്നിട്ട് ആലോചിക്കുക. ഈസി ആയിട്ട് കിട്ടും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇവർ ചോദിക്കാറുള്ളൂ കേട്ടോ. ആൻസർ ഓപ്ഷൻ സി ആണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകുന്നു. ദ ഡീകമ്പോസിഷൻ ഓഫ് NH3 ഓൺ MO സർഫസ് ഫോളോസ് ലാക്മോർ-ഹിൻഷവുഡ് മെക്കാനിസം. ഓക്കെ, ദ ഡീകമ്പോസിഷൻ വാസ് ക്യാരിഡ് ഔട്ട് അറ്റ് ലോ പ്രഷർ. അപ്പം ലാക്മോർ-ഹിൻഷവുഡ് മെക്കാനിസം അറ്റ് ലോ പ്രഷറാണ്. ലോ പ്രഷർ. അപ്പം ഞാൻ ഇക്വേഷൻ എഴുതട്ടെ. R is equal to K2 ഇൻറ്റു K1 ഇൻറ്റു പ്രഷർ ഓഫ് A ഡിവൈഡഡ് ബൈ K-1 പ്ലസ് K2 പ്ലസ് K1 ഇൻറ്റു പ്രഷർ ഓഫ് A. ശരിയല്ലേ? കറക്റ്റ്ലി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആരെ നെഗ്ലക്റ്റ് ചെയ്യാം? K2നെ നെഗ്ലക്റ്റ് ചെയ്യാം. നമ്മളത് പറഞ്ഞല്ലോ. കാരണം K2 എന്ന് പറയുന്നത് നമ്മൾ ലോ പ്രഷർ ഹൈ പ്രഷർ പറയുമ്പോഴത്തേക്ക് K2 എടുക്കാറില്ല. സോ R is equal to K2 ഇൻറ്റു
K1 into pressure of A divided by K minus 1 plus K1 into pressure of A. K2 നമ്മൾ ഒഴിവാക്കി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഡീകമ്പോസിഷൻ വാസ് ക്യാരിഡ് ഔട്ട് ലോ പ്രഷർ. അപ്പം ലോ പ്രഷർ ആകുമ്പോഴത്തേക്ക് K1 into P നമുക്ക് ഒഴിവാക്കാം. ലോ പ്രഷർ കാരണം ഈ ടേം കുറവായിരിക്കും ലോ പ്രഷറിൽ. സോ R is equal to K2 into K1 into pressure of A divided by K minus 1. ശരിയല്ലേ? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് K എന്ന് വിളിക്കാം. R is equal to K into pressure of A. It is first order reaction. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദ ഡീകമ്പോസിഷൻ വാസ് ക്യാരിഡ് ഔട്ട് അറ്റ് ലോ പ്രഷർ. ദ ഇനീഷ്യൽ പ്രഷർ ഓഫ് NH3. സോ ഇനീഷ്യൽ പ്രഷർ P0 NH3 ഇനീഷ്യൽ പ്രഷർ was found to be 10 raised to minus 2 torr. Initial pressure 10 raised to minus 2 torr ആണ്. The presence of NH3 was reduced, the pressure of NH3 was reduced to 10 raised to minus 4. അപ്പോൾ ഫൈനൽ പ്രഷർ എത്രയാ? 10 raised to minus 4 torr. ഓക്കെ, അറ്റ് 10 minutes. സോ ടൈം വന്നേക്കുന്നത് 10 minutes ആണ്. മിനിറ്റ്സിനെ സെക്കൻഡ്സിലോട്ട് മാറ്റണോ? വേണ്ട, ഓപ്ഷൻസിലെല്ലാം മിനിറ്റ് തന്നെ കിടക്കുന്ന മാറ്റണ്ട. ഓക്കെ, ദ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്, K ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം ഇത് ലോ പ്രഷർ ആയതുകൊണ്ട് ഏത് ഓർഡറാണ്? ഫസ്റ്റ് ഓർഡറാണ്. സോ ഫസ്റ്റ് ഓർഡറിൻ്റെ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യുക. ഇക്വേഷൻ എന്ന് പറഞ്ഞേ ഇക്വേഷൻ ഇങ്ങനെയാണ് ഫസ്റ്റ് ഓർഡറിൻ്റെ. KT is equal to 2.303 log R0/R. ഇതാണ് ഇക്വേഷൻ. കാരണം ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡറിൻ്റെ എല്ലാ ഇക്വേഷനും അപ്ലൈ ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് റേറ്റ് കോൺസ്റ്റൻ്റാണ് ചോദിച്ചിരിക്കുന്നത്. സോ റേറ്റ് കോൺസ്റ്റൻറ്റ് K is equal to 2.303/10 അല്ലേ? ടിയുടെ വാല്യൂ 10. ടി താഴെ വന്നു. ലോഗ് R0 ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എത്ര? 10 raised to minus 2 ടോറാണ്. നമുക്ക് ഓപ്ഷനകത്തും ടോറാണ്, മാറ്റണ്ട. 10 raised to minus 2 divided by 10 raised to minus 4. ഓക്കെ, -2 -4 കട്ടാവുന്നു. സോ -2 വരും താഴെ, -2 മുകളിൽ പോകുമ്പോൾ +2 ആവും. സോ K is equal to 2.303 divided by 10. ശരിയാണോ? ലോഗ് 10 raised to minus 2, ഇവിടെ ഒരു 10 raised to minus 2 ബാക്കി വരും. മുകളിൽ പോകുമ്പോൾ 10 square ആവും. 10 square. സോ ഞാൻ എഴുതുന്നു K is equal to 2.303/10 log A raised to n log A. 2 log 10 വരും. log 10ൻ്റെ വാല്യൂ 1 ആണ്. ഇതൊന്നും കട്ടായി പോകും, 5 വരും. ദാറ്റ് മീൻസ് 2.303/5 വരും. ചെയ്ത് നോക്കാം ഏതാണെന്നുള്ളത്. സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സെക്ഷനകത്ത് വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.